അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ നിർദ്ദേശിച്ച സ്വലാത്താണ് നാം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അളീമിൽ ജാഇ വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലിം എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ സ്വലാത്ത് ദിവസവും കെടുക്കാം നേരം നമ്മൾ ഒളെടുത്ത് നമ്മുടെ കിടക്കാൻ ഇരുന്ന് സാധാരണ ചൊല്ലാനുള്ള ദിക്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സ്വലാത്ത് 10 തവണ ചൊല്ലുക. എല്ലാ ദിവസവും 10 തവണ ചൊല്ലുക. വെള്ളിയാഴ്ച രാവ് 100 പ്രാവശ്യവും ചൊല്ലുക, അഥവാ വ്യാഴാഴ്ച രാത്രി 100 പ്രാവശ്യവും ചൊല്ലുക. എന്നാൽ അവൻ മരണപ്പെട്ട് അവനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ കൊണ്ട് അവനെ ഖബറിലേക്ക് വെക്കപ്പെടുമെന്നാണ്. ഇത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ നിർദ്ദേശിച്ച നമുക്ക് ചൊല്ലാൻ ഇജാസിയത്ത് തന്ന സ്വലാത്ത് കൂടിയാണ്. അവൻ്റെ ആഖിബത്ത് 100% രക്ഷപ്പെടും. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ വ്യക്തി മരണപ്പെട്ടാൽ അവനെ ഖബറിലേക്ക് വെക്കുമ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്ത് അവനെ ഖബറിലേക്ക് വെക്കപ്പെടുമെന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദിരിൽ അളീമിൽ ജാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത്. രണ്ടാമതായി പറയാൻ പോകുന്നത് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മഹാനായ ഉള്ളാൾ തങ്ങൾ നിർദ്ദേശിക്കാറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്വലാത്ത് ദിവസവും 33 തവണ ചൊല്ലുക. ഇത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നിർദ്ദേശിച്ച സ്വലാത്താണ്. ഈ സ്വലാത്ത് ദിവസവും 33 തവണ ചൊല്ലുക. വലിയ കടമെല്ലാം ഉള്ളവർക്ക് 360 തവണ ദിവസവും ചൊല്ലാൻ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ നിർദ്ദേശിച്ച സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബിൽ ലയിക്കുവാൻ ഭാഗ്യം ലഭിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.